നമ്മളെ ചതിച്ചവർ ജയിക്കണം, തുടർച്ചയായി നമ്മൾ വീണ്ടും ഊയലാടണം. അനീതിപക്ഷ ഭരണം ഇനിയുമെത്തണം, ജനത്തിനായി ക്ഷാമകാലം വീണ്ടും എത്തണം. അസമത പുലരും ഇനിയും ഇവിടമാകെ, അധർമ്മമെത്തും നാട്ടിലാകെ എത്തും. ഉറപ്പാണ് അഴിമതി, ഉറപ്പാണ് വഞ്ചന. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ കൈയിട്ട് വാരി ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കമുള്ള ജീവനക്കാർ 1458 സർക്കാർ ജീവനക്കാരാണ് അനധികൃതമായി ശമ്പളത്തോടൊപ്പം പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന കാര്യത്തിൽ ഭരണാധികാരികളോട് മത്സരിക്കുകയാണല്ലോ സേവകരും. ഈ ക്ഷേമ പെൻഷൻ അർഹരായവരെ തിരഞ്ഞെടുക്കാൻ നിയമിക്കുന്നവർക്ക് കാഴ്ചശക്തി, കേൾവിശക്തി എന്നീ യോഗ്യതകളോടൊപ്പം എഴുത്തും വായനയും അറിയുക എന്നൊരധിക യോഗ്യതയും കൂടി നിർബന്ധമാക്കണം. കേട്ടോ മന്ത്രി? പറ്റിച്ച് ജീവിക്കുന്നവരാ പുല്ല. ഈ ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന് എന്ന് കേട്ടിട്ടുണ്ടോ? ഇവിടെ അടിമുടി ഭരണം മൊത്തത്തിൽ പിഴച്ച് കിടക്കുകയാണല്ലോ. ആ കത്തുന്നതിൻ്റെ ഇടയ്ക്ക് കൂടി വാഴ വെട്ടുകയാണ് സാറന്മാര്. യഥാ രാജ തഥാ പ്രജ. അങ്ങനൊരു കാര്യം ചെയ്യുന്നത് അങ്ങേറ്റം തെറ്റായൊരു കാര്യമാണെന്നുള്ളതാണ് പ്രാഥമികമായ റിപ്പോർട്ടിനകത്ത് വന്നിട്ടുള്ളത്. അതനുസരിച്ചിട്ടുള്ള നടപടികൾക്കായിട്ട് ആ വകുപ്പുകൾ അതിന് സ്റ്റെപ്പ് എടുക്കും. ഇരിക്കും അയ്യ, ബാലഗോപാലൻ ചേട്ടന് വല്ലാതങ്ങ് സന്തോഷമായെന്ന് തോന്നുന്നല്ലോ. എന്താ ഒരു ചിരി! ഗസറ്റഡ് ഉദ്യോഗസ്ഥരുൾപ്പെടെ സർക്കാരിന്റെ ശമ്പളവും വാങ്ങിച്ചുകൊണ്ട് അതിന്റെ കൂടെ ക്ഷേമ പെൻഷൻ വാങ്ങിച്ചത് തെറ്റാണെന്നാണ് റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കുന്നതെന്ന്. അവർക്കെതിരെ നടപടിയെടുക്കാൻ ആദ്യം ചേട്ടൻ ഒരു 10,001 സ്റ്റെപ്പ് അങ്ങ് പണിയും. എന്നിട്ട് 2 വർഷം കൂടുമ്പോൾ ഓരോ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകും. കഷ്ടം! ഇതെങ്ങനെ സംഭവിച്ചെന്നെങ്കിലും മന്ത്രി അറിഞ്ഞോ? എങ്ങനെയൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത് നോക്കിയാലേ അറിയൂ. സന്തോഷം. ബാക്കി കിടക്കുന്ന 1.25 കൊല്ലത്തിനിടയ്ക്ക് അത് നോക്കി തീർന്നാ മതി. ഈ സർക്കാർ അതിനുവേണ്ട എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നേരത്തെ മേടിച്ചുകൊണ്ടിരുന്നത് തുടരുന്നതാണെങ്കിലും മസ്റ്റർ ചെയ്ത് അത് കറക്റ്റ് ചെയ്യേണ്ടതാണല്ലോ. ആരോടാ? ഞങ്ങളോടാണോ? നാട്ടുകാരായിരുന്നു അണ്ണ മസ്റ്റർ ചെയ്ത് കറക്റ്റ് ചെയ്തോ എന്ന് പരിശോധിക്കേണ്ടിയിരുന്നത്. ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇത്തരം കാര്യങ്ങൾ വരിക എന്ന് പറയുമ്പോൾ സാധാരണഗതി ഞെട്ടലുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. അത് ശരിയാ. സമൂഹത്തിലേക്ക് ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നത് ഞെട്ടലുണ്ടാക്കുന്നതാ. ആ ഞെട്ടൽ ഒഴിവാക്കാൻ വേണ്ടി വാർത്തയെ തടഞ്ഞു നിർത്താൻ അണ്ണന് പറ്റിയതുമില്ല കേട്ടോ. ആ മുഖത്തെ നിസ്സാര ഭാവം നിങ്ങൾ ശ്രദ്ധിച്ചോ? ക്ഷേമ പെൻഷൻ അർഹതപ്പെട്ട പാവങ്ങളെ എത്ര ദിവസം ഇവർ സർക്കാർ ഓഫീസുകൾ തോറും കയറ്റി ഇറക്കും. അത് മാത്രമല്ല, ഈ കൈയിട്ട് വാരിയ മാന്യമഹാജനങ്ങളുണ്ടല്ലോ, അവർക്ക് പേരൊന്നുമില്ല കേട്ടോ. അതൊക്കെ പുറത്തുവിടാൻ എന്താ മന്ത്രി ഇത്ര തടസ്സം? വേറെ വലിയ സങ്കീർണത ഇല്ലതിൽ. യാതൊരു വിധ സങ്കീർണതകളും ഇല്ല. ഈ വാങ്ങിച്ചെടുത്ത പൈസയും അതിൻ്റെ പലിശയും കൂടാതെ ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ അത്രയും മാസത്തെ ശമ്പളം കൂടെ വാങ്ങിച്ച് അർഹതപ്പെട്ട പാവങ്ങൾക്ക് വിതരണം ചെയ്യണം. അതുകൂടാതെ ഈ കള്ളം കാണിച്ചതിന് ഇവരുടെ പേര് കേസും എടുക്കണം. ഈ പറഞ്ഞതൊക്കെ ചെയ്യാൻ കുറച്ച് സങ്കീർണത കാണും അല്ലേ ചേട്ടാ? മന്ത്രിക്ക് വല്ലാത്തൊരു തണുപ്പൻ മട്ട് കേട്ടോ. എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നുന്നത്? നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടോ? നമുക്കിപ്പോൾ ഒരാൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ, അയാൾക്ക് അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണം ഉണ്ടോ, ഈ വന്ന ഡേറ്റ മുഴുവൻ കറക്റ്റാണോ തുടങ്ങിയ കാര്യം പരിശോധിക്കണ്ടേ? എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. പരമാവധി ഇത്രയൊക്കെ പറയാനേ മന്ത്രിക്ക് പറ്റൂ. സർക്കാർ സർവീസിൽ തന്നെ എത്ര അനർഹരുണ്ട് എന്നൊരു കണക്കെടുത്താൽ ഇതിനേക്കാൾ വലിയ ഞെട്ടലായിരിക്കും പൊതുസമൂഹം ഞെട്ടാൻ പോകുന്നത്. പരമാവധി തിരികെ കയറ്റിയിരിക്കുന്നത് അനുഭാവികളെയാണല്ലോ. അപ്പോൾ പിന്നെ വലിയ വലിയ നടപടികളിലേക്ക് കയറാനുള്ള സാധ്യതയേയില്ല. പ്രധാന വില്ലന്മാർ ഡോളറും ബിരിയാണി ചെമ്പും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇത്രയെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഇവരുടെ സ്ഥാനത്ത് സാധാരണക്കാരുമല്ലോ ആയിരുന്നെങ്കിൽ ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെ ഇതിനോടകം അടിച്ച് കൈ കൊട്ടേനെ. അത് വേറെ കാര്യം. കാരണം ജനകക്ഷ സർക്കസ് ആണല്ലോ നടക്കുന്നത്. ഏതായാലും വേലി തന്നെ വിളവ് തിന്ന് വിളഞ്ഞതൊന്നും കേരളത്തിൽ ഇല്ലാതായി. ഉറപ്പാണ് തരി, ഉറപ്പാണ് തകർച്ച. ജയ് ജവാൻ ജയ് കിസാൻ ജയ് ഹിന്ദ്.